ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. വേദിയിലെ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ നേതാക്കളായ സുഹൃത്തുക്കൾ റൈഹാൻ, ഷഹബാസ്, സദസ്സിൽ സന്നിഹിതരായ മറ്റ് സുഹൃത്തുക്കൾ, സ്നേഹാദരണീയരായ നാട്ടുകാരെ, സഹോദരങ്ങളെ, ഇവിടെ ഇന്ന് ഈ പരിപാടിയുടെ ഉദ്ദേശവും ലക്ഷ്യവുമൊക്കെ വ്യക്തമാവുന്ന തരത്തിൽ ഒരാമുഖം റൈഹാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. സദാചാരം ഉറക്കെ പറയുക എന്നാണ് എനിക്ക് പിന്നിൽ കാണുന്നത്, നമ്മൾ വായിക്കുന്നത്. തീർച്ചയായും ഈ കാലഘട്ടത്തിൽ ഇന്ന് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന പ്രബുദ്ധരായ മലയാളിയുടെ മുമ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ട, വിശകലനം ചെയ്യേണ്ട, മുന്നോട്ട് വെക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട ഒരു വാചകമായിട്ടാണ് സദാചാരം ഉറക്കെ പറയുക എന്നതിനെ ഞാൻ കാണുന്നത്. കാരണം സദാചാരം എന്ന് പറയുന്നത് അതിൻ്റെ പരമ്പരാഗതമായ അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള, ധാരണ രൂപപ്പെട്ടിട്ടുള്ള നിർവചനങ്ങളിൽ നിന്നുമെല്ലാം മാറി പുതിയ കാലത്ത് സദാചാരം എന്നതിനെ ആ അർത്ഥത്തിൽ പുനരവതരിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിത്യേന വാർത്താമാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. വാർത്താമാധ്യമങ്ങളിലായാലും സാമൂഹിക മാധ്യമങ്ങളിലായാലും സദാചാരത്തെ ഏതർത്ഥത്തിലാണ് ഇവിടെ ജനിക്കുന്ന, ഇവിടെ ജീവിക്കുന്ന ഒരു പുതിയ തലമുറ നോക്കിക്കാണുന്നത് എന്നത് പലപ്പോഴും നമ്മളെ അമ്പരപ്പിക്കുക തന്നെ ചെയ്യും. കാരണം സദാചാരം എന്ന് പറയുന്നത് തന്നെ അത് ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു അവരെ സംബന്ധിച്ച്, പുതിയൊരു ജനറേഷനെ സംബന്ധിച്ച് ഏറ്റെടുക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത, കേൾക്കാൻ പോലും താല്പര്യമില്ലാത്ത, ആവർത്തിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തൊരു വാചകമായി മാറുന്നു എന്നാണ് നമ്മൾ സങ്കടത്തോടെ മനസ്സിലാക്കേണ്ടത്. വലിയ വലിയ ക്യാമ്പസുകളിൽ വലിയ പ്രധാനപ്പെട്ട യുവാക്കളുടെ, യുവതികളുടെ മുന്നേറ്റങ്ങളിൽ, സംഘടനകളിലൊക്കെ സദാചാരമില്ലായ്മയെക്കുറിച്ചും സദാചാരമില്ലാത്തൊരു സാഹചര്യത്തെക്കുറിച്ചുമാണ് അവർ സ്വപ്നം കാണുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ മലയാളിയുടെ, ഭൂമികയിൽ മലയാളിയുടെ മനസ്സിൽ സ്ഥാപനവൽക്കരിക്കപ്പെട്ടു എന്ന് ആക്ഷേപിക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും കുടുംബം എന്ന സംവിധാനത്തിന് മലയാളിയുടെ മനസ്സിലും സമൂഹത്തിലും എന്നും കൃത്യമായൊരു മൂല്യവും സ്ഥാനവുമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഏതൊക്കെ അർത്ഥത്തിൽ ഇതുപോലുള്ള ക്യാമ്പയിൻസ്, നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടല്ലോ, സദാചാര വിരുദ്ധമായ ക്യാമ്പയിൻസ് ഒക്കെ മുന്നോട്ട് വരുമ്പോഴും മലയാളിയുടെ സൈക്കിനെ, മലയാളിയുടെ മനസ്സിനെ അത് സ്വാധീനിക്കുന്നുണ്ടോ? ഏതർത്ഥത്തിലാണ് അത് വിമർശനാത്മകമായി നമ്മുടെ കേരളീയ സമൂഹം കാണുന്നത് എന്നത് തീർച്ചയായും നമുക്ക് അഭിമാനമുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഏത് മതസംവിധാനമാവട്ടെ, ഏത് ജാതിയിൽപ്പെട്ട ആളുകളാവട്ടെ, വ്യത്യസ്ത പശ്ചാത്തലത്തിലുള്ളവരാവട്ടെ, ഏത് പേരുകാരാവട്ടെ, അവരെല്ലാവരും ഈ സമൂഹത്തിന് അംഗീകരിക്കാവുന്ന തരത്തിൽ, ഇവിടുത്തെ നാളെ മക്കൾക്ക് വളർന്നു വരാവുന്ന തരത്തിൽ, ഇവിടുത്തെ ആൺ പെൺ ബന്ധങ്ങളുടെ തരത്തിലെല്ലാം അംഗീകരിക്കപ്പെട്ട ഒരു മാന്യമായൊരു കുടുംബ സംവിധാനത്തെ എല്ലാവരും വളരെ വിലപ്പെട്ടതായി കാണുന്നു എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ അർത്ഥത്തിലുള്ള എന്ത് ക്യാമ്പയിനും, സദാചാര വിരുദ്ധമായ ക്യാമ്പയിനുകൾ വരുന്നു, യുവാക്കൾ ഇത് ഏറ്റെടുക്കുന്നു. ലോകാടിസ്ഥാനത്തിൽ അത് ഒരുപാട് കണ്ടതാണ്. കേരളീയ പശ്ചാത്തലത്തിലും ഇന്ത്യൻ പശ്ചാത്തലത്തിലും പുതിയ സാഹചര്യത്തിൽ അത് കൂടിക്കൂടി വരുന്നു എന്നൊക്കെ നമ്മൾ ആശങ്കപ്പെടുമ്പോഴും തീർച്ചയായും മലയാളി മനസ്സിനകത്തുള്ള ഈ ഒരു കുടുംബത്തെ സംബന്ധിക്കുന്ന ബോധത്തെ നമ്മൾ വീണ്ടും വീണ്ടും ഉണർത്തി കൊടുക്കേണ്ടതുണ്ട്. സദാചാരം ഉറക്കെ പറയുക എന്ന് സുഹൃത്തുക്കൾ ഇവിടെ അവതരിപ്പിക്കുന്നതിലൂടെ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, സദാചാരം എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ തന്നെ, നമ്മുടെ കുടുംബാന്തരീക്ഷത്തെ തന്നെ, നമ്മുടെ അടുത്ത തലമുറയെ തന്നെ എല്ലാം ഏതർത്ഥത്തിലാണ് അവർ മുന്നോട്ട് നടക്കേണ്ടത് എന്നൊരു ശരിയായ പാത, ഹുദൽ ലിന്നാസ് എന്ന് പറയുന്ന ശരിയായ പാത അവർക്ക് വെട്ടിക്കൊടുക്കുന്ന തരത്തിൽ, വഴി വെട്ടിക്കൊടുക്കുന്ന തരത്തിൽ എന്നൊരു പ്രവർത്തനമായിട്ടാണ് ഈ കാര്യത്തെ ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സദാചാരത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും സൂചിപ്പിക്കാൻ, മറന്നുപോകാൻ പാടില്ലാത്തൊരു ഭാഗമായി ഞാൻ മനസ്സിലാക്കുന്നത് സദാചാര പോലീസിങ്ങിനെയാണ്. സദാചാര പോലീസിങ്ങിനെ യുവാക്കൾ എതിർക്കുന്നു, യുവജനങ്ങൾ എതിർക്കുന്നു, അതിനെ ഏറ്റവും നികൃഷ്ടമായി ആ അർത്ഥത്തിൽ കാണുന്നു. തീർച്ചയായും സദാചാരം നിലവിൽ വരുത്താൻ വേണ്ടി കൊണ്ടുവരേണ്ട, നമ്മളാരെങ്കിലും അനുകൂലിക്കുന്ന, നമ്മളാരെങ്കിലും എൻഡോസ് ചെയ്യുന്ന ഒരു സംവിധാനമോ ഒരു പ്രവണതയോ അല്ല തീർച്ചയായും സദാചാര പോലീസിങ്. സദാചാര പോലീസിങ് രാജ്യം പൗരന് കൊടുക്കുന്ന മൗലികമായ അവകാശങ്ങളുടെ തന്നെ ലംഘനമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ആശയപ്രചരണം അനിവാര്യമാണ്. സദാചാരം നിലനിർത്താൻ വേണ്ടി സദാചാരത്തിൻ്റെ കൂടെ തന്നെ സഞ്ചരിക്കുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടായി വരേണ്ടത് നമ്മുടെ ആവശ്യമാണ്. സദാചാര വിരുദ്ധം എന്ന് നമ്മൾ നിശ്ചയിക്കുന്ന
നമ്മൾ മനസ്സിലാക്കുന്ന നോക്കിക്കാണുന്ന പ്രവണതകളെ എതിർക്കേണ്ടതും ഒരുപാട് ആവശ്യമാണ്. വളരെ വിശദമായി വിപുലമായ തരത്തിൽ അതിൻ്റെ ഐഡിയോളജിക്കലായി തന്നെ നോക്കിക്കാണേണ്ട, ഏത് പശ്ചാത്തലത്തിലാണ് ഇത്തരം സദാചാര വിരുദ്ധ ക്യാമ്പയിൻസ് വരുന്നത് എന്നൊക്കെ വിശദമായി പ്രതിപാദിക്കേണ്ട, പറയേണ്ട ഒരു വേദിയാണിത്. അതിനുവേണ്ടി വിഷയാവതരകർ എനിക്ക് പിന്നിൽ ഇവിടെ വരാനുമുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.